ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്സിലറീസ് ആണ്. അപ്പോൾ ഓക്സിലറീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒത്തിരി സെൻറ്റൻസുകൾ സംസാരിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് വരുന്നതിൽ നമ്മുടെ ക്ലാസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഓക്സിലറീസിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. പലർക്കും എൻ്റെ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ആയി പഠിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ടീച്ചേഴ്സ്, നേഴ്സസ് ഒക്കെയാണ് എന്നെ അതിനുവേണ്ടി വിളിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ എടുക്കുന്ന റെക്കോർഡ് ചെയ്ത എൻ്റെ വോയിസ് മാത്രമല്ല, എൻ്റെ വീഡിയോ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്, എഡിറ്റ് ചെയ്യാത്ത വീഡിയോ. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഞാനിത് എടുക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ എഡിറ്റ് ചെയ്യാത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കാരണം അത്രയ്ക്കധികം നിങ്ങൾ പഠിക്കണമെന്ന ആഗ്രഹത്തോടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കേട്ടിട്ട് എന്ത് സംശയം വേണമെങ്കിലും എന്നെ വാട്സപ്പിൽ വിളിക്കുകയോ വോയിസ് അയക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് 20 ഡേയ്സ് ആണ് അത് വരുന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ സ്പീക്കിംഗ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ സ്പീക്കിംഗ് ക്ലാസ്സുകൾ നമ്മൾ ലൈവായിട്ടാണ് തരുന്നത്. അതിപ്പോൾ നമ്മൾ ഓരോരുത്തരെ കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കി അത് ലൈവായിട്ട് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ റെക്കോർഡ് ക്ലാസ്സുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഓക്സിലറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്. മെയിൻ വേർബിനെ സഹായിക്കുന്നവരാണ് ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറീസ്. കാരണം നമുക്കൊരു ഇംഗ്ലീഷ് സെന്റൻസിൽ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ഒരു സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ വേർബ് ഇല്ലാതെ നമുക്ക് ഒരു സെന്റൻസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഒന്നെങ്കിൽ മെയിൻ വേർബിനെ സഹായിക്കുന്നവര്, അല്ലെങ്കിൽ ഈ മെയിൻ വേർബ് ഇല്ലാത്ത സെന്റൻസിൽ വേർബായിട്ട് ആക്ട് ചെയ്യുന്നവരാണ് ഹെൽപ്പിംഗ് വേർബ്. അപ്പോൾ മനസ്സിലായല്ലോ, ഇത് അത്രയ്ക്കധികം പ്രധാനപ്പെട്ടവരാണ്. അപ്പോൾ ഇനി ഹെൽപ്പിംഗ് വേർബ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് കഴിയുമെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ നോക്കാം. അതെങ്കിൽ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ ബുക്ക് എടുത്തുക, എഴുതിക്കൊള്ളുക. ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ബി. ബി എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും പേടിയാകും. അത് വേണ്ട. ബിയില് ഹെൽപ്പിംഗ് വേർബായി നിൽക്കുന്നവര് ആരൊക്കെയാണ്? ഈസ്, ആമ്, ആറ്, വാസ്, വെയർ. ഇവരെ നമ്മൾ ഹെൽപ്പിംഗ് വേർബായിട്ട് കൂട്ടി. അപ്പോൾ ബിയിൽ ഈസാമാറ്, അതുപോലെ തന്നെ വാസ്, വെയർ. അപ്പോ ഇതെങ്ങനെയാണ് നമ്മുടെ സെന്റൻസിൽ വരുന്നത്? നമ്മളിങ്ങനെ പറയും, ഷീ ഈസ് റീഡിങ്. അവിടെ ഒരു ഈസ് വന്നിട്ടുണ്ട് അല്ലേ? ആ ഈസ് എന്താണ്? ബിയുടെ ഫോം ആണ്. ഇവിടെ ഈസ് നിൽക്കുന്നത് എന്താണ്? ഹെൽപ്പിംഗ് വേർബായിട്ടാണ്. അതായത് നോക്കൂ നിങ്ങൾ, ഷീ ഈസ് നമ്മളില്ല, ഷീ റീഡിങ് എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ടോ? ഈസിന്റെ അർത്ഥം എന്താണ്? ആണ് എന്നാണ് അർത്ഥം. ഷീ റീഡിങ് എന്ന് പറയുമ്പോൾ അവൾ വായിക്കുക, അത്രയേ ഉള്ളൂ. ഈ ആണ് എന്ന് പറയുമെങ്കിൽ ഈ ഹെൽപ്പിംഗ് വേർബ് നമ്മൾ ഇവിടെ കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നെങ്കിൽ മെയിൻ വേർബിന്റെ കൂടെ നിൽക്കും, അതല്ല വേർബ് ഇല്ലാത്ത സാഹചര്യത്തിൽ വേർബായിട്ട് തന്നെ ആക്ട് ചെയ്യും. ഷീ ഈസ് റീഡിങ്, അവിടെ ഈസ് ആണ്, ബിയുടെ ഫോം ആയിട്ടുള്ള ഈസ് ആണ് എന്ത്? ഹെൽപ്പിംഗ് വേർബായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഈ ബിയുടെ ഫോം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വേറെ സെപ്പറേറ്റ് ആയി തന്നെ എടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് തരും. ഇപ്പൊ നിങ്ങൾ അത് പഠിച്ചേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ഇംഗ്ലീഷ് നല്ല ഫ്ലോവിലാവാൻ ഈ ബി ഫോംസ് പഠിക്കാതെ വേറെ രക്ഷയില്ല. ഇനി അതുപോലെ തന്നെ ആറാണെങ്കിലോ, ദേ ആർ സിംഗിങ്. അവര് പാടുവാണ് ഇപ്പോ. അപ്പൊ ദേ ഇവിടെ ആർ ആക്ട് ചെയ്യുന്നത് എന്തായിട്ടാണ്? ഹെൽപ്പിംഗ് വേർബായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അതുപോലെയല്ല, ഷീ വാസ് സ്ലീപ്പിംഗ്. ഇവിടെ വാസ് എന്താണ്? ഹെൽപ്പിംഗ് വേർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവൾ ഉറങ്ങുകയായിരുന്നു. ദേ വെയർ സ്ലീപ്പിംഗ്. അവര് ഉറങ്ങുകയായിരുന്നു. വെയർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ബിയുടെ ഫോംസ് ആയിട്ടുള്ള ഇവരൊക്കെ ഈ വേർബിനെ, അതായത് സ്ലീപ്പിംഗ് എന്ന വേർബിനെയും അതേപോലെ ഡാൻസ് അല്ലെങ്കിൽ സിംഗ്, ഇവരെയൊക്കെ സഹായിക്കാൻ നിൽക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇത് നമ്മളൊന്ന് നെഗറ്റീവ് ആക്കുകയാണ്. ഐ ആം നോട്ട് സ്ലീപ്പിംഗ്. ഐ ആം സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഉറങ്ങുകയാണ്. ഇനി ഞാൻ ഉറങ്ങുവല്ല എന്നെങ്ങനെ പറയാ? ഐ ആം നോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഷീ ഈസ് സിംഗിങ്. അവള് പാടുവാണ്. ഈസാണ് അവിടുത്തെ ഓക്സിലറി എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് അല്ലെന്ന് പറയാൻ എന്ത് ചെയ്യണം? ഷീ ഈസ് നോട്ട് സിംഗിങ് എന്നായി. അതേപോലെ ഐ വാസ് സ്ലീപ്പിംഗ്. ഞാൻ ഉറങ്ങുമായിരുന്നു.
അപ്പൊ ഞാൻ അല്ല എന്ന് പറയാൻ, ഉറങ്ങുമായിരുന്നില്ല എന്ന് പറയാനോ, ഐ വാസ് നോട്ട് സ്ലീപ്പിംഗ് എന്നായി. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ ഈസ് നോട്ട് എന്നാണ് കൊടുത്തത്, ആർ നോട്ട് എന്നാണ്, വാസ് നോട്ട് എന്നാണ്, വെയർ നോട്ട് എന്നാണ് കൊടുത്തത്. അപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഈ ഓക്സിലറീസിനെ നെഗറ്റീവ് ആക്കാൻ അതിൻ്റെ അടുത്ത് ഒരു നോട്ട് കൊടുത്താൽ മാത്രം മതി. അത് മതി, വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ പറയുന്ന ഓക്സിലറി ഉപയോഗിച്ച് പറയുന്ന സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ അതിൻ്റെ അടുത്ത് ഒരു നോട്ട് കൊടുത്താൽ മാത്രം മതി. നെക്സ്റ്റ് ഹാവ് ഉണ്ട് ഓക്സിലറി ആയിട്ട്. ഹാവ് ആകുമ്പോൾ ഹാവ് ഉണ്ട്, ഹാസ് ഉണ്ട്, ഹാഡ് ഉണ്ട് അല്ലേ? ഐ ഹാവ് ഫിനിഷ്ഡ് മൈ കോഴ്സ്. ഐ ഹാവ് ഫിനിഷ്ഡ്. ഹാവ് ഉപയോഗിച്ചപ്പോൾ V3 ആണ് വന്നത്, ഹാവ് ആണ്. അല്ല, ഐ ഹാവ് നോട്ട് ഫിനിഷ്ഡ്. ഷി ഹാസ് ഫിനിഷ്ഡ്. ഷി ഹാസ് നോട്ട് ഫിനിഷ്ഡ്. അവിടെ നമ്മൾ എന്താ ചേർത്തത്? ഒരു നോട്ടാണ് നമ്മൾ ആഡ് ചെയ്തത്. ക്ലിയർ ആയല്ലോ? ഈ ബിയുടെ ഫോമിനെയും ഹാവും ഇതേപോലെ ഇനി ഒന്നും കൂടെ ഉണ്ട്, ഡു. ഡു എന്താണ്? ഈ ഡു, ഡസ്, ഡിഡ്. ഈ ഡൂവിനും ഈ ഡസിനും ചെയ്യുക എന്ന അർത്ഥമില്ലെന്ന് ഞാൻ പല ക്ലാസ്സുകളിലും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? ഈ ഡൂവും ഡസും ഓക്സിലറി ആണ് എന്നുള്ളത് നമ്മൾ ടെൻസസ് പഠിക്കുമ്പോൾ പഠിച്ചൊരു കാര്യമാണ്. ഇതിന്റെ പാസ്റ്റ് ആണ് ഡിഡ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ നോക്കി, നിങ്ങൾ ഓർത്ത് വെക്കുക, ഈ ബിയും ഈ ഹാവും അതും അതിന്റെ ഫോംസ് ഒക്കെ, അതേപോലെ ഈ ഡു, ഡസ്, ഡിഡ് ഒക്കെ പ്രൈമറി ഓക്സിലറി എന്ന് പറയും. അതിനകത്ത് പെടുന്നവരാണ് ഇത്. ഏതൊക്കെയാണ്? ബിയുടെ ഫോംസ് ആയിട്ടുള്ള ഇസാമാർ, വാസവേർ ഒക്കെയും, അതേപോലെ തന്നെ ഡൂവും, അതേപോലെ തന്നെ ഹാവും. ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പ്രൈമറി ഓക്സിലറീസിൽ പെട്ടവരാണ്. ഇപ്പൊ ഡു ആണെങ്കിൽ നമ്മൾ ഡൂവും ഡസും കൂടുതലും ഉപയോഗിക്കുന്നത് എവിടെയാണ്? ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ്. നമ്മൾ സെന്റൻസുകൾക്കും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത് എവിടെയാണ്? ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ്. ഡു യു ലൈക്ക് ഐസ്ക്രീം? നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. ഐ ഡു നോട്ട് ലൈക്ക് ഐസ്ക്രീം. ഷീ ഡസ് സിങ്. അവള് ഉറപ്പിച്ച് പറഞ്ഞ് നമ്മൾ പാടാറുണ്ട്. ഷീ ഡസ് നോട്ട് സിങ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഓക്സിലറി ആയതുകൊണ്ട് അതിനെ നെഗറ്റീവ് ആക്കാൻ നമ്മൾ എന്താ ചെയ്തത്? ഒരു നോട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്തത് അല്ലെ? ഡു യു ലൈക്ക് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഉത്തരമായി ഞാൻ പറഞ്ഞത് ഐ ഡു നോട്ട് ആണ് ചേർത്തത്. ഇഷ്ടമല്ല എന്ന് പറയാൻ ഡു നോട്ട് ആണ് ചേർത്തത്. ഷീ ഡസ് നോട്ട് ആണ് ചേർത്തത്. അപ്പോൾ പ്രൈമറി ഓക്സിലറീസും ഏത് ഓക്സിലറിയും ആയിക്കൊള്ളട്ടെ, ഇന്ന് നമ്മൾ പ്രൈമറി ഓക്സിലറി മാത്രമാണ് നോക്കുന്നത്. പ്രൈമറി ഓക്സിലറീസിലും എന്താണെങ്കിലും നമ്മളൊരു നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ക്ലിയർ? സംശയമില്ലല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഇത്രയും സെക്ഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. നമുക്കിനി അടുത്തതിൽ നമുക്കറിയുന്ന കുറച്ച് പേരുണ്ട്. എന്താ? ക്യാൻ കുഡ്, ഷാൾ ഷുഡ്, വിൽ വുഡ്, അങ്ങനെ കുറച്ച് പേരുണ്ട്. ഇവരെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ഇന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കുറച്ച് സെന്റൻസുകൾ തരാം. നിങ്ങൾ അതിൽ ഓക്സിലറി ഏതാണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ എന്താണ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സ്കൂളൊക്കെ തുറന്നിട്ട് വീട്ടമ്മമാർ വെറുതെ ഇരിക്കരുത്. എനിക്കത് എൻ്റെ ഒരു അപേക്ഷയായിട്ട് നിങ്ങൾ കാണണം. വെറുതെ ഇരിക്കരുത്. നിങ്ങൾക്ക് ഞാൻ അടുത്ത ആഴ്ച മുതൽ വീട്ടമ്മമാർക്ക് ലൈവ് ഗ്രാമർ ക്ലാസ്സുകൾ, അതായത് അടുത്ത ആഴ്ച മുതൽ ഞാൻ വീട്ടമ്മമാർക്ക് വേണ്ടി മാത്രം, വീട്ടമ്മമാർക്കെന്ന് ഞാൻ പറയുകയാണ്, നിങ്ങൾ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് ചുമ്മാ TV നോക്കിയും അല്ലെങ്കിൽ വെറുതെ ഫോൺ നോക്കി സമയം കളയാതെ ഞാൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 1 മണിക്കൂർ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ആവുക. നിങ്ങൾക്ക് ഇംഗ്ലീഷും പഠിക്കാൻ പുതിയ കുറേ കൂട്ടുകാരെയും കിട്ടും. നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കുക കേട്ടോ. വെറുതെ ഇരുന്ന് നിങ്ങൾ സമയം കളയരുത്. അപ്പോൾ നമ്മൾ അടുത്ത തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരാഴ്ച നിങ്ങൾക്ക് ടൈമുണ്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതേപോലെ ജോലിക്കൊക്കെ പോകുന്നവരാണ് എങ്കിൽ എൻ്റെ വാട്സപ്പ് ക്ലാസ് എന്ന് ഞാൻ പറയില്ല, എൻ്റെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതും ഈ നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.